Welcome to Bake Shop Creation. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്ട്രോബെറി ട്വിസ്റ്റ് കേക്ക് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബഹുജനം പലവിധം എന്ന് പറയുന്ന പോലെ നമുക്ക് കേക്കുകളും പല ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഒട്ടും താമസിക്കാതെ തന്നെ here is the recipe. Let's go to the bake shop. ആദ്യമായി നമുക്ക് മൈദയും കോൺഫ്ലവറും അഥവാ കോൺ സ്റ്റാർച്ചും നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് എഗ്ഗ് വിപ്പ് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. അപ്പം എഗ്ഗ് വിപ്പ് ചെയ്യുന്ന കൂടുതൽ നമുക്ക് വാനില എസൻസ് ആഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മിക്സിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് സാധാരണ ബീറ്റർ വെച്ച് ഉപയോഗിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേശ്ശെ ആഡ് ചെയ്താൽ എഗ്ഗ് പെട്ടെന്ന് വിപ്പായി പൊങ്ങി വരും കേട്ടോ. അതിനു വേണ്ടിയാണ് നമ്മൾ ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ വിപ്പ് ചെയ്ത് എഗ്ഗ് ഒരു 4 ഇരട്ടിയോളം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയും കോൺഫ്ലവറും ഇല്ലേ ആദ്യം ഞാൻ അരിച്ചു വെച്ചത്, അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് നല്ല സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത നമ്മുടെ കേക്ക് ബാറ്റർ നമുക്ക് 13x18 ഇഞ്ച് ട്രേയിലോട്ട് മാറ്റാം. നമുക്കിനി അത് നമ്മൾ ട്രേയിലാണ് കേട്ടോ പോർ ചെയ്യുന്നത്. നമ്മൾ നല്ല ലെവലായിട്ട് നമുക്കത് സ്പ്രെഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ട്രേ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ഏകദേശം 200 ഡിഗ്രിയിൽ നമുക്ക് 7 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് ഇപ്പം ബേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് എങ്ങനെയാണ് സ്ട്രോബെറി പ്യൂരെ ഉണ്ടാക്കുന്നത് നോക്കാം. പ്യൂരെ എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ നമ്മുടെ കേക്കിന് ഫില്ലിങ്ങിന് കൊടുക്കാൻ വേണ്ടിയാണ്. പക്ഷേ ക്രീം മിക്സ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്യൂരയ്ക്കകത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ആദ്യം നമുക്ക് പ്യൂരെ ഉണ്ടാക്കിയെടുക്കാം സ്ട്രോബെറിയുടെ. ഇപ്പോൾ നമ്മുടെ സ്ട്രോബെറി നന്നായിട്ട് നമ്മൾ പ്യൂരെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജെലാറ്റിൻ വേണം നമ്മുടെ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി. അപ്പം ജെലാറ്റിൻ ഇട്ട് അതിൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് വെക്കാം. അപ്പം നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് 2 കപ്പ് ക്രീമാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ജെലാറ്റിൻ അവിടെ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പം ഇനി നമുക്ക് ക്രീം വിപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ.
അപ്പം ആദ്യമേ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച ജെലാറ്റിൻ അല്ലേ, അത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് മൈക്രോവേവനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡബിൾ ബോയിലറോ ഉപയോഗിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മെൽറ്റ് ചെയ്തെടുത്ത ജെലാറ്റിൻ നല്ല ചൂടാണ്. അപ്പോൾ നമുക്കൊരു വലിയ ബൗളിലോട്ട് നമുക്ക് അത് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ജെലാറ്റിൻ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ജെലാറ്റിലോട്ട് ഇനി കുറേശ്ശെ നമ്മുടെ ക്രീം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി പ്യൂരെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കളറോട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം സ്പോഞ്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിനി 2.5 ഇഞ്ച് സൈസിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഈക്വൽ പീസായിട്ട് 5 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം ഷുഗർ സിറപ്പ് അടിക്കാം കേട്ടോ. അപ്പോൾ നല്ല സെറ്റപ്പായിട്ട് നമ്മൾ സ്പോഞ്ച് എല്ലാം പ്രോപ്പറായിട്ട് ലെവലിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജ് ചെയ്യാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് നമുക്ക് മോള് ഫിനിഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം തണുപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഇനി വിപ്പിംഗ് ക്രീം വെച്ച് കവർ ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ കവർ ചെയ്യുന്ന ക്രീം നോൺ ഡെയറി ക്രീമാണ് കേട്ടോ. അപ്പം 2 കപ്പ് ക്രീമാണ് വിപ്പ് ചെയ്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടി കേട്ടോ. എന്നും പറയാനുള്ള പോലെ തന്നെ പൊട്ടിപ്പൊള്ളിയിൽ വെച്ചാണ് കേട്ടോ നമ്മൾ സൈഡിൽ നിന്നും ഫിനിഷ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മുടെ കേക്കിന് കുറച്ച് ഭംഗി കൊടുക്കാൻ വേണ്ടി ഞാൻ മെറൈൻ്റെ ഫ്ലവേഴ്സാണ് മുകളിൽ വെക്കുന്നത്. അപ്പോൾ ഈ മെറൈൻ്റെ ഫ്ലവേഴ്സ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സൺഡേ സ്പെഷ്യൽ ബേക്കിംഗ് ക്ലാസ്സിൽ. അപ്പോൾ അത് കാണാത്തവർക്ക് തീർച്ചയായിട്ടും പോയി നമ്മൾ വീഡിയോസ് ചെക്ക് ചെയ്താൽ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അപ്പം ഇനി നമ്മളിതിന് മുകളിൽ സ്പ്രേ ചെയ്യുകയാണ്. സ്പ്രേ ചെയ്യുന്നത് ഫുഡ് കളർ മോയിസ്റ്റിൻ്റെ ഇതാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അത് സ്പ്രേ നമുക്ക് മേടിക്കാൻ കിട്ടും. അതാണ് നമ്മൾ റെഡ് കളറാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലേ എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള ഒരു ട്വിസ്റ്റഡ് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. സ്ട്രോബെറിയുടെ നല്ല അടിപൊളി ഫ്ലേവറുള്ള കേക്കാണ്, വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഇതാണ്, ഒരു ഫീലാണ് അത് കഴിക്കാൻ പോലും. പിന്നെ കട്ട് ചെയ്യുമ്പോഴത്തേനുള്ള ആ ഒരു ലുക്ക് ഒന്നും പറയാനില്ല. എല്ലാവരും സർപ്രൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണിത്. അപ്പം താങ്ക് യു ഫോർ ക്രിയേറ്റിംഗ് വിത്ത് മീ ഇൻ ദ ബേക്ക് ഷോപ്പ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബേക്കിനെ കുറിച്ച് അറിയാൻ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. See you next time.